സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായും പുരാണ കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും ആഴക്കേറിയ സമാഹാരമായും ഈ നൃത്തങ്ങൾ നിലകൊള്ളുന്നു. ഈ നൃത്തശൈലികൾക്ക് അതിന് അനുബന്ധിച്ചിരിക്കുന്ന ആചാരങ്ങൾക്കും വേഷഭൂഷണങ്ങൾക്കും വിസ്മയജനകമായ ശാസ്ത്രീയമായ അടിസ്ഥാനവുമുണ്ട്. കാലാനുസൃതമായ മാറ്റങ്ങൾക്കൊപ്പം കേരളത്തിൻ്റെ നൃത്തങ്ങളിലെ ശൈലിയും പ്രയോഗവും സുസ്ഥിരമായി വളർന്നു വന്നിട്ടുണ്ട്. ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ ആമുഖമാകുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ വിവിധ കലാരൂപങ്ങളാണ്. ആദ്യമായി കഥകളി. കഥകളി കേരളത്തിൻ്റെ പ്രസിദ്ധമായ ശാസ്ത്രീയ നാടക കലാരൂപമാണ്. അതിൽ നൃത്തവും സംഗീതവും ചേർന്ന് കഥകൾ അവതരിപ്പിക്കുന്നു. അതിശയകരമായ വേഷങ്ങളും മുഖച്ഛായകളും ഉപയോഗിച്ച് കഥകളി പുരാണ കഥകളെ ദൃശ്യപ്രതീതി നൽകി അവതരിപ്പിക്കുന്ന ഒരു സമ്പന്ന കലാരൂപമാണ്. കേരളത്തിൻ്റെ സമ്പന്നമായ ശാസ്ത്രീയ നൃത്ത കലാരൂപമാണ്. ഇതിൽ നൃത്തവും ഭാവപ്രകടനവും സുന്ദരമായി സംയോജിപ്പിച്ചിരിക്കുന്നു. മൃദുവായ ചുവടുകളും സൂക്ഷ്മമായ കൈമുദ്രകളോടുകൂടിയ ഈ കലാരൂപം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ആഴത്തിലുള്ള പ്രതിനിധിയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പൗരാണിക നൃത്ത കലാരൂപമാണ്. വിശ്വാസങ്ങളും ആരാധനാ രീതികളും കൂട്ടിച്ചേർത്ത ഈ നൃത്തം പാട്ടുകളുടെയും ചുവടുകളുടെയും പാരമ്പര്യത്തെയും ആചാരങ്ങളെയും അവതരിപ്പിക്കുന്നു. അരുൾ ചെയ്താചാരമേ എങ്ങോന്നും ആരാധുമാതെന്തെന്നും മുതലേ അതിനീക കാരണമേ എങ്ങനെയെന്നും അത് പൊഴുതായവര അറിയിച്ചപ്പോൾ വിധമീത് നീനറിക അരജം ചോഴൻ വിധി വിഷയം പ്രതിയാം അടിയാർ വന്നു വിരവിയോരാശാരീനാം നല്ലോ നീ കാണാൻ ഇടമതിൽ നിന്നൊരു താം
കളരിപ്പയറ്റ് കേരളത്തിൻ്റെ പ്രാചീനമായ യുദ്ധകലയും ആത്മരക്ഷാകലയുമാണ്. ആധുനിക മാർഷൽ ആർട്സിന് പാതിയൊരുക്കിയത് ഈ കലയാണെന്ന് കരുതുന്നു. ശരീരശക്തിയും മാനസിക ആധാരവും വികസിപ്പിക്കുന്ന ഈ കലാരൂപം ശാരീരിക പരിശീലനത്തോടൊപ്പം ആത്മവിശ്വാസവും ശാന്തിയുമാണ് സാങ്കേതമാക്കുന്നത്. ഒപ്പന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ഒരു സാമുദായിക നൃത്ത കലാരൂപമാണ്. പ്രത്യേകിച്ച് വിവാഹാഘോഷങ്ങളുടെ ഭാഗമാകുന്നതായി അറിയപ്പെടുന്നു. പാട്ടിനും താളത്തിനും അനുസരിച്ച് സ്ത്രീകൾ വധുവിനെ ചുറ്റിച്ചേർന്ന് നൃത്തം ചെയ്യുന്ന ഒപ്പന സ്നേഹവും ആനന്ദവും പ്രകടിപ്പിക്കുന്ന ഒരു ആഘോഷമാണ്. കേരളത്തിൻ്റെ പരമ്പരാഗത ജലമത്സരങ്ങളിൽ ഒന്നാണ്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ മത്സരം നദികളും കായലുകളും വേദിയാകും. വിവിധ തരം വള്ളങ്ങൾ, പ്രത്യേകിച്ച് ചുണ്ടൻ വള്ളങ്ങൾ ഉപയോഗിച്ച് വേദിയാകുന്ന വള്ളംകളി കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. തെയ്യം കേരളത്തിൻ്റെ പരമ്പരാഗത ആചാര കലാരൂപമാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ളത്. അതിശയകരമായ വേഷവും ആചാരപരമായ നൃത്തചലനങ്ങളും ഉൾപ്പെടുന്ന തെയ്യം ദൈവത്തെ മനുഷ്യരൂപത്തിൽ കാണിച്ചു തരുന്ന വിശുദ്ധമായ അനുഭവമാണെന്ന് വിശ്വസിക്കുന്നു.
കൊമ പൊളിയല്ല. പിന്നെയല്ല, എല്ലാ തവണയും സാധാരണ നമ്മൾ ഓരോരുത്തരും അവിടെ പോയി കാണല പതിവ്. ഇത്തവണ എല്ലാ കലാകാരന്മാരും നമ്മളെ കാണാൻ ഒരുമിച്ച് വന്നിരിക്കണോ. സന്തോഷായി, മനസ്സും കണ്ണും നിറഞ്ഞിരിക്കണോ. തമ്പുരാന് വേണ്ടി സ്പെഷ്യലായി നമ്മുടെ ഈസി ഒരുക്കിയതാണ് ഇത്. അടിപൊളിയായിട്ടുണ്ട്. ഇത് മാത്രമല്ല, തമ്പുരാന് ഒരു സ്പെഷ്യൽ സദ്യയും ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ. ഓ, അങ്ങനെയാണോ? അന്ന് വെച്ചാൽ അടുത്തത് സദ്യ ആയിക്കോട്ടെ. സെക്രട്ടറി. ഓ, തന്നെയല്ല, നമ്മുടെ സെക്രട്ടറിനെ വിളിച്ചേ. അതെ, അടുത്ത പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസൽ അടിച്ചോളൂ. നമുക്ക് ഇവിടെ തന്നെ ഏർപ്പാടുകളുണ്ട്. ഓക്കെ, എല്ലാ പരിപാടിയും ക്യാൻസൽ. ഇനിയിപ്പോ ഇവിടെ തന്നെ കൂടാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും മാവേലിയുടെ വക ഹാപ്പി ഓണം. ഹാപ്പി ഹാപ്പി ഓണം. കയ്യടി മാത്രം പോരാ, നമുക്കൊരു ആർപ്പോ ആയാലോ? ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, എല്ലാവരും കൂടാം. ആർപ്പോ. സൗണ്ട് പോരാ, സൗണ്ട് പോരാ. ആർപ്പോ. ആർപ്പോ. ഞാൻ വിദ്യ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടി അതിമനോഹരമായ ഒരു കലാദൃശ്യവിരുന്ന് ഒരുക്കിയ നമ്മുടെ കേരള ആർട്ട് ഫോംസ് ടീമിന് give them a big round of applause. ഇനി ആരൊക്കെയാണ് അറിയണ്ടേ പാർട്ടിസിപ്പൻസ്? കഥകളി നിജു ബേബി, മോഹിനിയാട്ടം മൗജ ജയ രചന, മാർഗം കളി പ്രിയങ്ക അമലു ഷീന, ഒപ്പന എൽസ എവ്ലിൻ സിവ, കളരി ദേവർഷ് ദേവൻ, വള്ളംകളി മാത്യു അമോഘ് റോഹൻ ഈബൽ, തെയ്യം അനീഷ് സപ്പോർട്ടഡ് ബൈ ദിനൂപ് ആൻഡ് അജിത്, തിരുവാതിര പ്രസന്ന സുമംഗല ഷഹനാസ്, പുലികളി സാൻഡി ആൻഡ് മിലൻ, audio and sound mixing Rohit and Rahul, finally concept and direction Shyam and Sunita. Thank you everyone.